ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചവ്വരി പായസമാണ് കേട്ടോ. ചവ്വരി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഓണത്തിന് നമുക്ക് ഒരു പായസം തയ്യാറാക്കിയാലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ നമ്മൾ ചവ്വരി എടുത്തിട്ടുണ്ട്. ചവ്വരി ആദ്യം നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. ചവരി ഒന്ന് കഴുകിയെടുത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്താൻ വേണ്ടി വെക്കാം. ഒരു 2 മണിക്കൂർ നമ്മളൊന്ന് കുതിർത്താൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചവരിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി മാറ്റി കൊടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് പാല്, നമ്മുടെ പായസത്തിന് ആവശ്യമായ പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പാലാണ് ഇതാ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗ ഓണാക്കി അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുതിർത്തി ഊറ്റി വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ചവ്വരി ഇതാ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുമ്പോൾ അത് ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ 4 സ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മധുരത്തിന് എത്ര പഞ്ചസാര ആവശ്യമാണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ പായസം കുറുകി ഒന്ന് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഏലക്കയുടെ ഫ്ലേവറും കൂടെ നമ്മുടെ പായസത്തിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തിളച്ച് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പായസം എന്താ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മറ്റൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് ബദാം കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചവ്വരി പായസത്തിലോട്ട് നമുക്കിതങ്ങോട്ട് വീഴ്ത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഈ ഓണത്തിന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസ റെസിപ്പിയാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.